അൽഹംദുലില്ലാ, നമുക്കിന്ന് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്ന് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് അരി വേവിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് അതിലേക്ക് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി എന്നിവ എടുത്ത് കുഴച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ കോഴി ഇറച്ചി ഒരു 70% ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ വറുത്ത് കോരി എണ്ണയിൽ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇനി സവാളയൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് പിന്നെ മസാലയ്ക്ക് യോജിപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് തക്കാളി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് തക്കാളി വേകാനായിട്ട് നമുക്ക് കുറച്ച് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കരിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് തൈര് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് മസാലയുമായി ഒന്ന് യോജിപ്പിച്ച ശേഷം ഒരു ചിക്കൻ അതിൽ മസാലയെ പിടിക്കാൻ വേണ്ടി നമുക്കൊരു 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് വേവിച്ച് കൊടുക്കാം. നമുക്ക് ദം ചെയ്യാനായി തുടങ്ങാം. അതിലേക്ക് ഒരു കുക്കറിലേക്ക് വെള്ളം എടുത്ത് വെച്ച് നമുക്ക് വെള്ളം ചൂടാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ എടുത്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചേർത്ത ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിൻ്റെ മുകളിൽ വീണ്ടും നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പുതിന മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ചൂടായി വന്ന കുക്കർ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം.